Good morning, all. Good morning, sir. Good morning. Have a nice day. Thank you. Make today so awesome. Yesterday gets jealous of it. ഇന്ന് ഇന്നലകളേക്കാൾ മനോഹരമാക്കുക. ഇന്നലകൾ ഇന്നത്തെ ഓർത്ത് അസൂയപ്പെടട്ടെ. മിറാക്കിൾസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന വെൽമൈൻഡിന്റെ സെഷനിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്നത് വെൽമൈൻഡിന്റെ സിഇഒ ആയ ഷബാസ് ഷംനാദാണ്. അപ്പൊ സെഷൻ നമ്മൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കൊന്ന് നമ്മുടെ മനസ്സും ശരീരവും ഒന്ന് ആ ഒരു സ്പിരിച്വലുമായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ഒരു ശാന്തമായിട്ട് എല്ലാവരും ഇങ്ങനെ ഇരിക്കുക, റിലാക്സ് ചെയ്തിട്ട് ബ്രീത്തിങ് ഒക്കെ എടുക്കുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ആ ഒരു ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഒരു ഫീലോട് കൂടി തന്നെ ഒരു തണുത്ത ശ്വാസം ഉള്ളിലേക്ക് നിറഞ്ഞ് ഉള്ളിലുള്ള എല്ലാ ടോക്സിൻസും ഇങ്ങനെ പുറത്തേക്ക് പോകുന്നതായിട്ട് തന്നെ സങ്കല്പിക്കുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നിങ്ങളുടേതായ താളത്തിൽ, നിങ്ങളുടേതായ ക്രമത്തിൽ നിങ്ങൾക്ക് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാവുന്നതാണ്. ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസം നമുക്ക് എനർജി തരുന്നു, gives you energy. പുറത്തേക്ക് വിടുന്ന ശ്വാസം നമുക്ക് വിശ്രമം, gives you rest. അപ്പൊ ഇനി നമുക്ക് അഫർമേഷൻ. എന്താണ് അഫർമേഷൻ എന്നറിയാം. ആത്മകൽപ്പനകൾ നമ്മുടെ മനസ്സിനെ ഒന്ന് പരുവപ്പെടുത്തുക. ഏത് പ്രശ്നങ്ങൾക്കും ഒരു ക്യാപ്സൂളാണ് അഫർമേഷൻ എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് നമ്മുടെ മൈൻഡിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പൊ പ്ലീസ് റിപ്പീറ്റ് ഇൻ ലൗഡ് ഓർ ഇൻ യുവർ മൈൻഡ്. ഐ love my body. I love my body. I love my body. I love my body. I am powerful. I am powerful. I am powerful. I am powerful. I am powerful when I respect myself. I am powerful when I respect myself. I am powerful when I respect myself. I am powerful when I respect my. I am powerful when I love myself. I am powerful when I love myself. I have everything in need Everything needed with me to succeed. with me to succeed. I have everything in need within me to succeed. I have need within me to succeed. I have the power to create my dream life. I have the power to create my dream life. I have the power to create my dream life. I have the power to create my dream life. Yes, എല്ലാവർക്കും അവരുടേതായ സ്വപ്നത്തിലെ ആ ഒരു ജീവിതത്തിനുള്ള ശക്തി എല്ലാവർക്കും ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തലൂടെയാണ് നമ്മുടെ അഫർമേഷൻ. ഓക്കെ, ഇന്നത്തെ ദിവസം നമുക്ക് വളരെ നല്ലൊരു ദിവസമാണ്. 18/11/2024 നമ്മളുടെ മിറാക്കിൾസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഇറങ്ങിന്റെ 18ാമത്തെ ദിവസം. ആ ഒരു എല്ലാവരും ഇതുവരെ ആരും തന്നെ വിട്ടുപോകാതെ ആരും തന്നെ ഈ സമയത്ത് എത്തിച്ചേരുന്ന ആ ഒരു സർവശക്തിന് നന്ദി പറയാം. ഒപ്പം നമുക്ക് ഈ സൂം നൽകുന്ന ടീം വ്യൂപോയിന്റിനോട് നന്ദി പറയാം. ഒപ്പം നമ്മളെയൊക്കെ സഹായിക്കുന്ന നമ്മുടെ കുടുംബാംഗങ്ങളോട് നന്ദി പറയാം. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത നന്ദികളുടെ ഒരു കൂമ്പാരമാണെന്ന് നമ്മൾ അറിയുന്നു. നന്ദി ഇത്രയും പവർഫുൾ ആണെന്ന് നമ്മൾ അറിയുന്നു. നന്ദി ഇത്രയും മിറാക്കിൾ ആണെന്ന് നമ്മൾ അറിയുന്നു. നമ്മൾ നമ്മളെ കൂടുതൽ അറിയുന്നു, നമ്മളുടെ കഴിവുകളെ അറിയുന്നു, നമ്മളുടെ പ്രസൻസിനെ അറിയുന്നു. നമുക്കിനിയും ഈ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലൂടെയാണ് നമുക്ക് ഈ സെഷൻ. ഈ ഭൂമിയിൽ ഇതുപോലെയുള്ള നന്മ മരങ്ങളെ ആവശ്യമുണ്ടെന്നുള്ളതാണ്. നമുക്ക് എവിടേക്ക് ചെല്ലുന്നോ അവിടേക്ക് നമ്മളുടെ ഒരു പ്രസൻസ്, നമ്മളുടെ സാന്നിധ്യം ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയട്ടെ. നിങ്ങളുടെ ആശയങ്ങളെ കൺവേ ചെയ്യാനായിട്ടുള്ള ശക്തി നിങ്ങൾക്കുണ്ടാകട്ടെ. ഞാൻ കൂടുതൽ ദീർഘിക്കുന്നില്ല. ഇന്നത്തെ അതിമനോഹരമായ സെഷന് വേണ്ടി ഷബാസ് ഷംനാദിനെ ക്ഷണിക്കുന്നു. ആരാണ് ഷബാസ് ഷംനാദ് എന്ന് നമുക്കിപ്പോൾ അറിയാം. എങ്കിൽ പോലും വെൽമൈൻഡിന്റെ
ആ ഒരു ശില്പി തന്നെയാണ് ഷബാസ് ഷംനാദ്. കാക്കനാട് ഷംനാദ് സാറിനോടൊപ്പം ബിസിനസ്സുകാരനാണ് ഷംനാദ് സാറും ജീവിതം. 2 കുട്ടികളെല്ലാം നമ്മുടെ സ്റ്റേറ്റ് റോളർ സ്കേറ്റിങ്ങിന്റെ ആക്റ്റീവ് മെമ്പറാണ്. ഒപ്പം ടീച്ചറാണ്, ട്രെയിനറാണ്, മോട്ടിവേഷണൽ സ്പീക്കറാണ്, ഹിപ്നോ തെറാപ്പിസ്റ്റ് കൂടിയാണ്. കൂടാതെ NLP മൈൻഡ് മാസ്റ്റർ ട്രെയിനർ കൂടിയാണ്. അപ്പൊ നിരവധി കോഴ്സുകളുടെ, നിരവധി സർട്ടിഫിക്കറ്റുകളുടെ ഉടമ കൂടിയാണ്. നമുക്ക് വി ആർ പ്രൗഡ് ടു വെൽക്കം ഷബാസ് ഷംനാദ് ഫോർ വണ്ടർഫുൾ സെഷൻ ആർട്ട് ഓഫ് സ്ലീപ്പ്. ഉറക്കം ഒരു കലയാണ്. ഉറക്കം നമുക്ക് വിശ്രമം നൽകുന്നു. നമ്മുടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഒരു ഉറക്കത്തിലൂടെ നമ്മൾ പുതിയതായിട്ട് റീഫ്രഷ് ചെയ്ത് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള ഊർജവും ഇന്നലകളിലെ ആ ഒരു വേദനകളെല്ലാം ഉറക്കത്തിൽ നമ്മളൊരു പ്രോസസ്സിലൂടെ നമ്മളെ പുതിയൊരാളാക്കി മാറ്റുന്നു. അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ സെഷനിലൂടെ അറിയാം. വെൽക്കം ഷബാസ് ഷംനാദ് ഫോർ എ സെഷൻ. പ്ലാറ്റ്ഫോം ഈസ് ഫോർ യുവേഴ്സ്. താങ്ക് യു അനിൽ സർ. വളരെ മനോഹരമായ വാക്കുകൾ കൊണ്ട് എന്നെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിച്ച അനിൽ സാറിന് ഞാൻ നന്ദി അറിയിക്കുന്നു. ഇന്ന് ഈ ഒരു സുന്ദര നിമിഷത്തിൽ നമുക്കിവിടെ എല്ലാവർക്കും കൂടാനും ഇങ്ങനൊരു ക്ലാസ്സിൽ പങ്കെടുക്കാനും സാധിച്ചതിന് നമുക്ക് സർവേഷനോട് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. എ ഹാപ്പി മോർണിംഗ് ടു ആൾ. Good morning, ma'am. മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഹാപ്പി ഒരു മോർണിംഗ്. ഹാപ്പി മോർണിംഗ് ഉണ്ടാവണമെങ്കിൽ എന്താ വേണ്ടത് ശരിക്കും? ഹാപ്പി സ്ലീപ്പ്. ആഹാ, ഒരു ഹെൽത്തി സ്ലീപ്പിൽ നിന്നാണ് ഒരു ഹാപ്പി മോർണിംഗ് തുടങ്ങുന്നത്. അതുപോലെ നമ്മുടെ APJ അബ്ദുൽ കലാം പറഞ്ഞൊരു വാക്കുകളുണ്ട്. അതായത് നിങ്ങൾ ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നങ്ങൾ, നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നതാണ് സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞു. പക്ഷെ ഈ ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കണമെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ ഉറങ്ങണം. നമുക്കൊരു നല്ല ഉറക്കം കിട്ടിയാൽ മാത്രമേ നമുക്കൊരു ഹെൽത്തി മൈൻഡും ഹെൽത്തി ഫിസിക്കൽ ബോഡിയും എല്ലാം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉറക്കത്തിന്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മൾ ആ ഉറക്കത്തിന് അത്രയും പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. നമുക്ക് എന്തെങ്കിലും വർക്ക് ലോഡ് വരുമ്പോൾ നമ്മൾ നമ്മുടെ ഉറക്കം അവിടെയാണ് നമ്മൾ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അതുപോലെ നമ്മൾ കുറച്ച് ഫൺ ആക്ടിവിറ്റി കൂടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നൈറ്റ് ഉറങ്ങുന്നത് താമസിപ്പിക്കും. അങ്ങനെ പലപ്പോഴും ഈ ഉറക്കം ഇത്തിരി പോയാലും കുഴപ്പമില്ല എന്നുള്ളൊരു മട്ടിലേക്ക് നമ്മൾ പലരും വരാറുണ്ട്. ഇതിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ അറിയാം. എന്നാലും നമ്മുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഉറക്കത്തിനെ ഹനിക്കുന്നു, അല്ലെങ്കിൽ സന്തോഷം വരുമ്പോഴും 2 സമയത്തും നമ്മൾ ഇതിന് ടൈം കുറയ്ക്കുന്ന കാണാറുണ്ട് ഇല്ലേ? രാത്രി പലപ്പോഴും പാർട്ടികളും ബാക്കിയുള്ള സന്തോഷ ക്ലബുകളൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഉറങ്ങാൻ വൈകി പോകാറുണ്ട്. അല്ലെങ്കിൽ സങ്കടം വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ടെൻഷൻ അടിച്ച്, അല്ലെങ്കിൽ അതുമായിട്ടുള്ള ഡിസ്കഷൻ കാര്യങ്ങൾ, അപ്പോഴും നമ്മൾ ഈ ഉറക്കത്തെ കുറയ്ക്കുന്നു. ഇനി വർക്ക് ലോഡ് വന്നിട്ടുണ്ടെങ്കിൽ ആ സംഭവവും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് രാത്രിയത്തെ ബാക്കിയുള്ള ടൈമുകളൊന്നും നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കില്ല. ഈ രാത്രി നമ്മുടെ ഉറക്കത്തിന്റെ ടൈം ആയിരിക്കും നമ്മൾ എന്ത് കാര്യം വന്നാലും നമ്മൾ യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ആണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ ഇത് മറന്നു പോകുന്നു. അപ്പൊ അത് ഓർമ്മിക്കലാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിന്റെ ഉദ്ദേശ ലക്ഷ്യം. അനിൽ സാറെ, എന്നെ ഒന്ന് ഹോസ്റ്റ് ആക്കണേ. ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ ഓക്കെ. ഇത്രയും പ്രാധാന്യമുള്ള ഉറക്കം ഇനി ഒരിക്കലും നമുക്ക് ഇന്ന് ഇവിടെ വെച്ച് തന്നെ നമുക്ക് തീരുമാനിക്കാം. നമ്മുടെ ഓരോ കാര്യങ്ങൾക്കുമായിട്ട് നമ്മൾ ഈ ഉറക്കത്തെ നമ്മൾ മാറ്റി വെക്കില്ല. അതിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട്, ആ ഇമ്പോർട്ടൻസോട് തന്നെ നമ്മൾ ആ ഉറക്കത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വാംശീകരിക്കാൻ ശ്രമിക്കണം. പലപ്പോഴും പല ദിവസങ്ങളിലും നമ്മൾ ഉറങ്ങാതെ ആ ഒരു രീതി മാറിക്കഴിയുമ്പോൾ പിന്നീട് നമ്മുടെ ആ ഉറക്കത്തിന്റെ ഷെഡ്യൂളിന് തന്നെ മാറ്റം വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ആർട്ട് ഓഫ് സ്ലീപ്പിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു. നമുക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ളതാണ് നമ്മുടെ സ്ലീപ്പ്. അൺലോക്കിംഗ് ബെറ്റർ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്.
അതിന് സ്ലീപ്പ് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ സ്ലീപ്പിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു റെസ്റ്റ് തന്നെയാണ്. നമ്മൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്ത് വളരെ ടയർഡായി കഴിയുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് എന്താണ് സ്ലീപ്പ് എടുക്കുമ്പോൾ നമ്മുടെ എല്ലാം ഒന്ന് നല്ല രീതിയിൽ റെസ്റ്റ് കിട്ടുകയും നമുക്ക് പുതിയ ഒരു എനർജി കിട്ടുകയും പിറ്റേ ദിവസം അല്ലെങ്കിൽ ആഫ്റ്റർ സ്ലീപ്പ് നമ്മൾ കുറച്ചു നേരം സ്നാപ്പൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മുടെ റെസ്റ്റ് ആണ് ശരിക്കും പറഞ്ഞ നമ്മുടെ ബ്രെയിനിന്റെ ഒരു റെസ്റ്റ്, അതാണ് നമ്മുടെ സ്ലീപ്പ്. ഈ സ്ലീപ്പ് പല സ്റ്റേജസിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ അതിൻ്റെ ഒരു ഇതാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ കടന്നു പോകുന്ന REM, റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്റ്റേജ്. നമ്മൾ ഹിപ്നോതെറാപ്പി എല്ലാം ചെയ്യുമ്പോൾ ആ ഒരു നമ്മൾ ചെയ്യുന്ന സബ്ജക്റ്റ് അഥവാ ക്ലയന്റ് ഹിപ്നോതെറാപ്പി സ്റ്റേജിലേക്ക് പോയിട്ടുണ്ടോ എന്ന് നമ്മൾ അവരെ നോക്കുന്നത് ഈ ഒരു REM വെച്ചിട്ടാണ്. അവരുടെ കണ്ണിന്റെ പലപ്പോഴും ഹിപ്നോതെറാപ്പി ചെയ്യുമ്പോൾ അതിനെ ഒപ്പോസ് ചെയ്ത് പറയുന്ന ആളുകൾ പറയും ആൾ ഉറങ്ങിയിട്ടില്ല എന്ന്. പക്ഷെ ആ സമയത്ത് നമ്മുടെ കണ്ണിന് നല്ല മൂവ്മെന്റ് ഉണ്ടാവും. അതായത് കണ്ണ് ഓപ്പൺ ചെയ്യണം എന്നുള്ള രീതിയിൽ കണ്ണ് ഓപ്പൺ ആവുന്നുണ്ട്, പക്ഷെ തുറന്നു വരില്ല. നല്ല അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. അതായത് ജസ്റ്റ് കണ്ണ് പിടയ്ക്കുന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ റാപ്പിഡ് ആയിട്ട് നമ്മുടെ കണ്ണിന് മൂവ്മെന്റ് ഉണ്ടാവും. അതുപോലെ ഹിപ്നോതെറാപ്പി ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ തൊണ്ടയിൽ വെള്ളം ഇറക്കുമ്പോൾ ഉള്ള ഒരു ഇതില്ലേ, അതുപോലുള്ളൊരു ഇത് വരാറുണ്ട്. അപ്പോഴാണ് നമ്മൾ നമ്മുടെ കോൺഷ്യസ് സ്റ്റേറ്റിൽ നിന്ന് താഴേക്ക് ഒരാൾ പോയിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ നമുക്ക് ഉറക്കത്തിൽ നമുക്ക് വരുന്നത് REM മാത്രമാണ്. റാപ്പിഡ് ഐ മൂവ്മെന്റ് വരുന്നു. ഇത് നമ്മുടെ ലൈറ്റ് സ്ലീപ്പിലേക്ക് പോയിട്ട് ഓരോ സ്റ്റേജ് കടന്ന് സ്റ്റേജ് 1 സ്റ്റേജ് 2, 3, 4 അങ്ങനെ ആ സ്റ്റേജുകളിലൊന്നും റാപ്പിഡ് ഐ മൂവ്മെന്റ് ഉണ്ടാവില്ല. ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുന്നു. അപ്പോൾ ഇത്രയും സ്റ്റേജസുകൾ കടന്ന് ഒരു 4 സ്റ്റേജ് കടന്നാണ് നമ്മൾ ഡീപ്പ് സ്ലീപ്പിൽ എത്തുന്നത്. നമ്മൾ എങ്ങനെ മുകളിലേക്ക് പോകുന്നോ അതുപോലെ തന്നെയാണ് നമ്മൾ പയ്യാണ് തിരിച്ച് നമ്മളുടെ ഉണരുക എന്നുള്ള സ്റ്റേറ്റിലേക്ക് വരുന്നത്. അപ്പോൾ ഓരോ സ്റ്റേജസ് കടന്ന് പോകുന്നു, തിരിച്ചു വരുന്നു. നമ്മൾ ഒരു പ്രാവശ്യം രാത്രി നൈറ്റ് കടന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഇതുപോലുള്ള സൈക്കിള് ഒരു 5ഓ 6ഓ പ്രാവശ്യം ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. നമ്മുടെ ആ ഒരു ഡ്യൂറേഷൻ അനുസരിച്ച് അത് വേരിയേഷൻ വന്നുകൊണ്ടിരിക്കും. ഇനി പലപ്പോഴും നമ്മൾ അലാം വെച്ചൊക്കെ എണീക്കുമ്പോൾ നമുക്ക് വരുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ട്, അതായത് ഈ സ്റ്റേജ് 4 ഒറ്റയടിക്ക് നമ്മൾ വേക്ക് ആയിട്ട് എഴുന്നേറ്റ് വരികയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ അല്ലാതെ എഴുന്നേറ്റ് വരുന്നതാണെങ്കിൽ നമ്മൾ ഓരോ സ്റ്റേജസും കടന്ന് അതുപോലെ തന്നെ പോയ സ്റ്റേജസിൽ കൂടെ പയ്യെ റിട്ടേൺ തിരിച്ച് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്ലീപ്പിന്റെ സൈക്കിള് ഇതുപോലുള്ള 5ഓ 6ഓ അത് നമ്മുടെ ടൈം ഡ്യൂറേഷൻ അനുസരിച്ച് ഒരു ക്വാളിറ്റി സ്ലീപ്പ് എന്ന് പറയുമ്പോൾ ഒരു 5 സൈക്കിളൊക്കെ നമ്മൾ കവർ ചെയ്യണം. അപ്പോൾ ഈ ഒരു 4 സ്റ്റേജസും നമ്മൾ കവർ ചെയ്യണം. അത് വെയ്ക്ക് സ്റ്റേജിലേക്ക് സാധാരണ വരാറില്ല. ചില സമയങ്ങളിൽ വെയ്ക്ക് സ്റ്റേജിൽ വരും, ചിലപ്പോൾ വെയ്ക്ക് സ്റ്റേജിൽ വരാതെ തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകും. അപ്പോൾ ഇതാണ് സ്ലീപ്പ്. അപ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റേജസ് കടന്നാണ് സ്ലീപ്പ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ ഈ ഒരു സൈക്കിള് മോർ ദാൻ 1 or 2 ടൈംസ് നമുക്ക് ഒരു സ്ലീപ്പിന്റെ ടൈമിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് സ്ലീപ്പ് നമുക്ക് ഒരുപാട് പ്രാധാന്യം ഉള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലായി. അതായത് നമ്മുടെ മാനസികം അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽത്ത്, ഇതിന് രണ്ടും സ്ലീപ്പ് വളരെ അത്യാവശ്യമുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിന് ഏതൊക്കെ രീതിയിൽ ഈ സ്ലീപ്പ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ബൂസ്റ്റ് ഇമ്മ്യൂൺ സിസ്റ്റം. നമുക്ക് പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടാത്തവർക്ക് ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തെ അത് വളരെയധികം ബാധിക്കുന്നുണ്ട്. മിക്കവർക്കും ഈ അലർജിക് പ്രശ്നങ്ങൾ കാര്യങ്ങളുള്ളവർക്ക് ഇമ്മ്യൂൺ സിസ്റ്റമായിട്ടുള്ള ആ ഒരു റിലേഷൻ കൊണ്ട് ചിലവർ രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ അവർക്ക് ജലദോഷം അല്ലെങ്കിൽ ചെറിയ തുമ്മല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോപ്പർ സ്ലീപ്പ് കിട്ടാത്തപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ഇഷ്യൂസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ വളരെയധികം
ബാധിക്കുന്നുണ്ട് നമ്മുടെ സ്ലീപ്പ്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വളരെ സ്ട്രോങ് ആവണമെങ്കിൽ ഒരു ബെറ്റർ സ്ലീപ്പ് നമുക്ക് ആവശ്യമാണ്. അതുപോലെ ഈ സ്ലീപ്പ് ആ ടൈമിലാണ് നമ്മുടെ ബോഡി റിപ്പയർമെന്റും ഗ്രോത്ത് ഒക്കെ നടക്കുന്നത്. പലപ്പോഴും ഡേ ടു ഡേ ആക്ടിവിറ്റിയിൽ നമുക്ക് പലപ്പോഴും പല ചെറിയ ഇഞ്ചുറീസും കാര്യങ്ങളും ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഇതെല്ലാം സെറ്റിൽ ആവുന്നത് നമ്മൾ ഈ ഉറങ്ങുന്ന സമയത്തായിരിക്കും. നമുക്ക് ചിലതൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ രാത്രി കിടന്ന് തിരിച്ചെഴുന്നേൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇടിക്കുക അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ പോലും നമ്മുടെ ബോഡിയിലുള്ള റിപ്പയർമെന്റ് ആണെങ്കിൽ കൂടി അതുപോലെ നമുക്ക് നമ്മൾ വലിയ ഒരു ഹർട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ സങ്കടത്തിലൊക്കെയാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ നമ്മളൊന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ റിലാക്സ് ആകും. അതായത് നല്ല രീതിയിൽ നമുക്ക് റിപ്പയർമെന്റ് നടക്കുന്നത് ഈ ഉറങ്ങുന്ന സമയത്താണ്. ഒരിക്കലും നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ സ്ലീപ്പ്. ഉറക്കം നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാതിരിക്കുക. അതുപോലെ നമ്മുടെ മെമ്മറി, നല്ല പ്രോപ്പർ മെമ്മറി കിട്ടണമെങ്കിൽ അതൊക്കെ നമുക്ക് ലൈഫിൽ നമ്മൾ എപ്പോഴും അറിയുന്ന കാര്യങ്ങളാണ്. പലപ്പോഴും നമ്മുടെ ഉറക്കം നിന്ന് കഴിയുമ്പോൾ പല കാര്യങ്ങളും ഓർത്തെടുക്കാനുള്ള അല്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് ലേൺ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അതുപോലെ സ്ട്രെസ് അല്ലെങ്കിൽ ആങ്സൈറ്റി ഒക്കെ വരുമ്പോൾ നമ്മൾ കുറച്ച് നേരം ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഫ്രഷ് ആവും. ആ സ്ട്രെസ്സിൽ നിന്നും ആങ്സൈറ്റിയിൽ നിന്നൊക്കെ നമുക്ക് മാറി നമുക്ക് കുറച്ച് എനർജി കിട്ടുന്നത് പ്രോപ്പർ സ്ലീപ്പിലൂടെ തന്നെയാണ്. അതുപോലെ പെർഫോമൻസ്, നമുക്കൊരു കാര്യം ഫോക്കസ് ചെയ്യാനും ഒരു നല്ല ഡിസിഷൻ എടുക്കാനും നമ്മുടെ പ്രൊഡക്ടിവിറ്റി, ക്രിയേറ്റിവിറ്റി അതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സംഭവമാണ് ഉറക്കം. ഈ ഉറക്കത്തിന്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിഞ്ഞാലും ഇടയ്ക്ക് നമ്മളത് വിട്ടുപോകുന്നു. അപ്പൊ നമ്മുടെ മൈൻഡിലേക്ക് വീണ്ടും വീണ്ടും ഈ ഉറക്കത്തിന്റെ പ്രാധാന്യം കയറുമ്പോഴാണ് നമുക്ക് ആ ഉറങ്ങാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും എന്തിനാണ് ചിലപ്പോൾ ആ ഒരു സമയം കൂടെ വേറെ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം എന്നുള്ള തോന്നലിലേക്കൊക്കെ നമ്മൾ പോകും. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ തന്നെ ഇടയ്ക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ അത്യാവശ്യം തന്നെയാണ്. അതുപോലെ ഒരാൾക്ക് വേണ്ട സ്ലീപ്പിന്റെ ഡ്യൂറേഷൻ ആണ് ഇൻഫന്റ് 14 മുതൽ 17 ഈ ഒരു സമയത്താണ് അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ അവർക്ക് നല്ല രീതിയിൽ പ്രോപ്പർ കുഞ്ഞു കുട്ടികൾ കൂടുതൽ ടൈം അവർ ഉറങ്ങുന്ന കാണാം. ഏറ്റവും കൂടുതൽ സമയം അവർ ഉറങ്ങുന്നു അത്രയും അവർക്ക് ആ ഒരു ഹെൽത്ത് അല്ലെങ്കിൽ അവരുടെ ബ്രെയിൻ്റെ ഒക്കെ പ്രോപ്പർ ഡെവലപ്മെന്റ് നടക്കും. അതുപോലെ 3 to 12 years ആണെങ്കിൽ ചിൽഡ്രന് 9 to 12 hour ആണ് വേണ്ടത്. അത് നമ്മുടെ ഏജ് കൂടി വരുന്നതനുസരിച്ച് നമ്മുടെ ഉറക്കത്തിന്റെ ടൈം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. നമ്മൾ ഏറ്റവും ചെറുപ്പകാലത്ത് അതായത് ഇൻഫന്റ് ആയിരിക്കുമ്പോൾ കൂടുതൽ ടൈം നമ്മൾ ഉറങ്ങുമ്പോഴാണ് നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് കൂടുതൽ നടക്കുന്നത്. ആ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് വളർച്ചയും കാര്യങ്ങളും ഗ്രോത്ത് ഒക്കെ നടക്കുന്ന വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോത്തും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ടൈമാണ്. ആ സമയത്ത് നമുക്ക് ഉറക്കം വളരെ അത്യാവശ്യമാണ്. അതുപോലെ നമ്മൾ പ്യുവർ സ്ലീപ്പ്, നമ്മുടെ ആ ഒരു ഉറക്കം അത് കറക്റ്റായിട്ട് നടന്നില്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ഷോർട്ട് ടൈം എഫക്ട്സ് ആണ് നമുക്ക് ക്ഷീണം, ഇറിറ്റബിലിറ്റി, ലാക്ക് ഓഫ് ഫോക്കസ്. അങ്ങനെ അത് ഇപ്പോ ഒരു കുറച്ച് സമയത്തേക്ക് അതായത് ഷോർട്ട് ടൈം എഫക്റ്റ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാകാം. അതായത് ഒരു ദിവസം ഉറങ്ങിയില്ലെങ്കിൽ നമുക്കൊന്ന് ക്ഷീണം, വല്ലപ്പോഴും ഒക്കെ എന്തെങ്കിലും റീസൺ കൊണ്ട് നമുക്ക് ഉറക്കം നഷ്ടപ്പെട്ടാൽ ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുന്നത്. പക്ഷേ നമ്മൾ അത് ലോങ് ടൈം എഫക്റ്റ്, നമ്മൾ ഈ ഉറക്കമില്ലായ്മ അതിങ്ങനെ നീണ്ടു നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇമ്മ്യൂണിറ്റി കുറയ്ക്കുകയും അതുപോലെ നമുക്ക് വലിയ വലിയ അസുഖങ്ങളിലേക്ക്, ഹാർട്ട് ഡിസീസ് അങ്ങനെയുള്ള വലിയ ഇഷ്യൂയിലേക്ക്, ഡയബറ്റീസ് പോലുള്ള വലിയ ഇഷ്യൂയിലേക്ക് ഈ ഉറക്കക്കുറവ് നമ്മളെ കൊണ്ടെത്തിക്കും. അതുപോലെ നമ്മുടെ മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ്, അതായത് നമുക്ക് പ്രോപ്പർ സ്ലീപ്പ് കിട്ടുന്നവർക്കാണ് നല്ല ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ. നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം കുറയുമ്പോൾ അത് നേരെ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെയും ബാധിക്കും. ഇതെല്ലാം കണക്റ്റഡ് ആണ്. നമ്മൾ ഒരിക്കലും ആ ഒരു ഉറക്കത്തിന്റെ പ്രാധാന്യം വിട്ടുപോകരുത്. ഇനി നമ്മുടെ സ്ലീപ്പ് ക്വാളിറ്റി അതെങ്ങനെ ഇൻക്രീസ് ചെയ്യാം? നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സ്ലീപ്പ് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്?
എല്ലാവരും ഒരു കറക്റ്റ് ടൈമിൽ കിടന്ന് കറക്റ്റ് ടൈമിൽ അടിക്കുന്നവരാണോ? ഏറ്റവും നമുക്ക് വേണ്ടത് ഒരു കൺസിസ്റ്റൻസിയാണ്. ഒരു കറക്റ്റ് സമയത്ത് കിടക്കുക, അതുപോലെ കറക്റ്റ് സമയത്ത് എഴുന്നേൽക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടത് കണ്ടു. ഇപ്പോൾ 5 മണിയാകുമ്പോഴത്തേക്കും അലാറം പോലും ഇല്ലാതെ ഞാൻ എഴുന്നേക്കും. അപ്പോൾ കറക്റ്റ് ഇപ്പോൾ 18 ദിവസമായി നമ്മുടെ ഈ പ്രോഗ്രാം മുന്നോട്ട് പോകുന്നു. അപ്പൊ നമ്മളെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ എഴുന്നേക്കാൻ സാധിക്കുന്നത്. അതുപോലെ നമ്മളെ സ്ലീപ്പ് കറക്റ്റ് ആണ്, ഉറക്കം ഒന്ന് പ്രോപ്പറായിട്ട് വരണമെങ്കിൽ നമ്മളൊരു ഷെഡ്യൂൾ, അത് ഇന്ന സമയത്ത് കിടക്കും. അപ്പൊ നമുക്ക് ബ്രെയിന് തന്നെ ഒരു ഇതുണ്ട്. പലരും പരാതി പറയുന്നത് ഞാൻ കിടന്നാ ഉറങ്ങില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ എന്തെങ്കിലും വർക്കിലേക്ക് പോകുന്നു. അപ്പോൾ ഈവൻ കുറച്ച് ഏജ്ഡ് ആയി കഴിയുമ്പോഴാണ് ഈ ഉറക്കത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. ഇപ്പോൾ നമ്മൾ ഉറക്കം അറിഞ്ഞുകൊണ്ട് വേണ്ടാന്ന് വെക്കുന്ന ഒരു സമയമായിരിക്കും. അത് കഴിഞ്ഞ് നമ്മുടെ ഏജ് കൂടി വരുമ്പോൾ പലപ്പോഴും നമ്മൾ പോയി കിടന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. കാരണം ഓൾറെഡി അവർ ചെറുപ്പകാലം മുതലേ ഒരുപാട് ലേറ്റ് ആയിട്ട് കിടന്ന് ശീലിച്ചവരായിരിക്കും. അത് കഴിഞ്ഞ് ആ ഒരു സമയത്ത് കുറച്ചുകൂടെ ഏജ് ആയി കഴിയുമ്പോൾ അവർക്ക് നേരത്തെ കിടക്കണമെന്ന് വിചാരിക്കുമ്പോൾ ആ ഒരു ഹാബിറ്റ് അവരെ പുറകോട്ട് വലിക്കാം. പിന്നെ ഉറക്കം വരാതെ വരുമ്പോൾ അവർ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റിയിലേക്ക് പോകുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ ഹോർമോൺ പ്രൊഡക്ഷനും കാര്യങ്ങളും ഒക്കെ നമ്മുടെ സ്ലീപ്പിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. നമ്മുടെ ഒരു 10 മണി ആ ഒരു സമയത്ത് ഉറങ്ങേണ്ട ടൈമിൽ നമ്മൾ ഉറങ്ങാതെ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിലേക്ക് പോയി നമ്മുടെ ബോഡി എനർജി ആയി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഉറങ്ങാൻ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. ഈ ഉറക്കക്കുറവുള്ളവർ ചെയ്യുന്നത്, അവർക്ക് ഉറങ്ങാൻ പറ്റാത്തപ്പോൾ അവർ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിലേക്ക് പോകും. പക്ഷെ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ ഒരു കറക്റ്റ് ടൈം ഫിക്സ് ചെയ്യുക. നമ്മൾ എന്നും കറക്റ്റായിട്ട് ആ സമയത്ത് കിടക്കുക. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ പ്രോഗ്രസീവ് മസ്കുലർ റിലാക്സേഷൻ, നമ്മൾ താഴെ മുതൽ മുകൾ വരെ നമ്മൾ ഓരോ പോർഷൻസും എടുത്ത് ടൈറ്റ് ചെയ്ത് റിലാക്സ് ചെയ്തു, ടൈറ്റ് ചെയ്ത് റിലാക്സ് ചെയ്ത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഈ ഒരു ആക്ടിവിറ്റി നമ്മൾ കിടന്നുകൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഉറങ്ങിപ്പോകും. അല്ലെങ്കിൽ ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണ് തുറക്കുക, നമ്മൾ 100 എണ്ണുക, കണ്ണ് തുറക്കുക, കണ്ണടയ്ക്കുക, 99 എണ്ണുക, വീണ്ടും അടയ്ക്കുക, തുറക്കുക. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ണടച്ചു തുറന്നു, കണ്ണടയ്ക്കുക, തുറക്കുക, എന്നിട്ട് നമ്മൾ 100 തൊട്ട് ബാക്കിലോട്ട് എണ്ണുക. ഒരു 75 എത്തുമ്പോഴത്തേക്ക് നമ്മൾ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കോൺഷ്യസ് ആയിട്ട് കുറേ രീതികൾ ഉണ്ട് ഉറക്കം ഇല്ലാതെ വരുമ്പോൾ നമുക്ക് ഉറങ്ങാനുള്ളത്. അപ്പം നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ജസ്റ്റ് അതൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ചെയ്യാവുന്നത് നമ്മുടെ ശ്വാസത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതും ആ മൂക്കിലൂടെ തണുത്ത ശ്വാസം ഉള്ളിലേക്ക് പോകുന്നതും ലങ്സിലെത്തുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉറങ്ങാൻ സാധിക്കും. അല്ലെങ്കിൽ മെഡിറ്റേഷൻ മ്യൂസിക്കുകൾ കാര്യങ്ങൾ വെച്ചിട്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം, നമ്മൾ കണ്ണടച്ചിട്ട് നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണി മുകളിലേക്ക് പിടിച്ചുകൊണ്ട് നിന്നിട്ട്, അതായത് മുകളിലേക്ക് നോക്കുക. നമുക്ക് ഉറങ്ങിപ്പോകാൻ ഏറ്റവും ഈസി മെത്തേഡാണ് നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി കുറച്ചുകൂടെ മുകളിലേക്ക്, അതായത് നമ്മൾ അപ്പർ പോർഷനിലേക്ക്, നമ്മുടെ നെറ്റിയുടെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ തലയുടെ ഭാഗത്തേക്ക് നമ്മുടെ കണ്ണടച്ചുകൊണ്ട് നമ്മുടെ കൃഷ്ണമണിയെ മുകളിലേക്ക് ആക്കിയിട്ട് ആ രീതിയിൽ കുറച്ചു നേരം നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറക്കം വരാനുള്ള ചാൻസസ് കൂടുതലും. അപ്പോൾ നമുക്ക് കോൺഷ്യസ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഇതെല്ലാം നമുക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറയുന്നതിന് പകരം നമ്മളൊരു പ്രോപ്പർ ടൈം സെറ്റ് ചെയ്തിട്ട് കുറച്ച് ദിവസം നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല സ്ലീപ്പ് കിട്ടും. അതുപോലുള്ളൊരു കാര്യമാണ് പലരും രാത്രി പ്രോപ്പർ സ്ലീപ്പ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത ആ സമയം മാറ്റിയിട്ട് നമ്മൾ അല്ലാത്ത സമയത്ത് നമ്മൾ ഉച്ച സമയത്ത് അല്ലെങ്കിൽ വേറൊരു സമയത്ത് നമ്മൾ ഉറങ്ങേണ്ട സമയത്ത് നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയും. പിന്നീട് നമ്മൾ ഇടയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഉറങ്ങിപ്പോകുന്നു, പിന്നെ എഴുന്നേക്കുന്നു, വേറെ വർക്കുകൾക്ക് പോകുന്നു, പിന്നെ അതിൻ്റെ ഇടയിലൊന്ന് ഉറങ്ങുന്നു. ഈ ഉറക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ പറഞ്ഞ സൈക്കിള് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവാൻ അതിന് സാധിക്കില്ല. ഇങ്ങനെ വരുന്ന ആ ഉറക്കം, അത് നമ്മൾ ഇപ്പോൾ പറയുന്നത് ഞാൻ രാത്രി ഉറങ്ങാത്തതുകൊണ്ട് ഇടയിൽ ഉറങ്ങി പോകുന്നതാണ് എന്ന്. പക്ഷെ അങ്ങനെ ഉറക്കം വരുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് ഒന്ന് മുഖം കഴുകി എന്തെങ്കിലും ആ സമയത്ത് നമ്മുടെ ഉറക്കമല്ലാത്ത സമയങ്ങളിൽ ഇടയ്ക്ക് ഇതിങ്ങനെ ചെറിയ ചെറിയ സ്ലീപ്പ് എടുക്കുമ്പോൾ അതും നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള ആ ഉറക്കത്തെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് പറഞ്ഞത് ഉറക്കക്കുറവുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ളവർ ഈ ചെറിയ ചെറിയ ഉറക്കങ്ങളെല്ലാം നിർത്തിയിട്ട് കറക്റ്റ് പ്രോപ്പർ ടൈമിൽ ഈ രീതിയിൽ
എന്നും ഷെഡ്യൂൾ ചെയ്ത് ഉറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഉറങ്ങാൻ സാധിക്കും. മെയിനായിട്ട് സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. കുറേ നാൾ നമ്മൾ എന്താണ് കോളേജ് ടൈം, സ്കൂൾ ടൈം, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യമുള്ള ആ ഒരു കാലഘട്ടത്തിൽ, അതായത് ഏജ് കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഉറക്കത്തിന്റെ സമയം കുറച്ച് വേറെ പല ആക്ടിവിറ്റീസിലും പോയി ഒരു ഹാബിറ്റ് ഫോം ചെയ്യും. അതിനുശേഷം ഈ ഹാബിറ്റ് ചേഞ്ച് ചെയ്യണമെന്ന് വരുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഉറക്കത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി ഇപ്പോൾ മുതൽ ഇന്ന് ഈ ഒരു ദിവസം തന്നെ നമ്മൾ തീരുമാനിക്കുക, ഞാനൊരു പ്രോപ്പർ സ്ലീപ്പ്, ഒരു പ്രോപ്പർ ടൈം ഞാൻ ഷെഡ്യൂൾ ചെയ്തിട്ട് ആ സമയത്ത് ഉറങ്ങും എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുക. അപ്പോൾ ഈ നല്ല ഒരു ഉറക്കമാണ് നമുക്ക് ഒരു ബെറ്റർ ഡേ സമ്മാനിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ റൂം ഡാർക്ക് ആക്കുക, ക്വയറ്റ് ആക്കുക, കൂളാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിന് വേണ്ടിയിട്ട് ചെയ്യാം. അതുപോലെ നമ്മൾ നൈറ്റ് ആയി കഴിയുമ്പോൾ നമ്മുടെ എന്താണ് സ്ക്രീൻ ടൈം കുറയ്ക്കുക. ഒരു 1 hour മുമ്പ് സ്ക്രീൻ ടൈം വെക്കുക, സ്ക്രീൻ ടൈം ഓഫ് ആക്കുക. കാരണം ബ്ലൂ റേസ് നമ്മുടെ കണ്ണിലേക്ക് അടിക്കുമ്പോൾ അത് ഉറക്കത്തെ ബാധിക്കുന്നുണ്ട്. അതുപോലെ കഫീൻ, ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ക്വാളിറ്റിയുള്ള സ്ലീപ്പിൽ നിന്നും മാറ്റുന്ന കാര്യങ്ങളുണ്ട്. അത് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യും. നമ്മളെ സ്ലീപ്പിനെ കുറിച്ചുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ആണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ 1/3 ഓഫ് ടൈം, നമ്മുടെ ജീവിതത്തില് 3/4 ഭാഗത്തോളം നമ്മൾ ഉറങ്ങുകയാണ് ചെയ്യുന്നത്. ശരിക്കും അങ്ങനെ തന്നെയാണ് വേണ്ടത്. നമ്മുടെ കുട്ടിയൊക്കെ ആയിരിക്കുമ്പോൾ കൂടുതൽ ടൈം ഉറങ്ങുകയാണ് ചെയ്യുന്നത്. കൂടുതൽ ടൈം ഉറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് നിൽക്കാൻ സാധിക്കും. അതുപോലെ നമ്മുടെ ഈ REM സ്റ്റേറ്റിലാണ് നമ്മുടെ ഡ്രീംസ് എല്ലാം വരുന്നത്. ഈ റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്റ്റേറ്റിലാണ് നമുക്ക് കൂടുതലും ഡ്രീംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതുപോലെ നമ്മുടെ ഒരു സ്ലീപ്പ് ഡിപ്രിവേഷൻ ക്യാൻ ഇമ്പയർ ജഡ്ജ്മെന്റ് ആസ് മച്ച് ആസ് ആൽക്കഹോൾ. ഒരു എന്താണ് ആൽക്കഹോള് നമ്മുടെ ആ ഒരു ലൈഫിനെ എത്രത്തോളം ബാധിക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ ഉറക്കമില്ലായ്മയും നമ്മുടെ ജീവിതത്തെ വളരെയധികം ബാധിക്കുന്നുണ്ട്. ഈ ഉറക്ക നിന്നുകൊണ്ടൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാവുന്ന വിപത്തുകൾ വളരെ വലുതാണ്. നമ്മുടെ ജീവിതം മാത്രമല്ല, മറ്റുള്ളവരുടെ ജീവിതവും നമ്മൾ അതുമൂലം നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉറക്കത്തിന് നമ്മൾ അതേ പ്രാധാന്യം നൽകി നല്ല ഒരു സ്ലീപ്പ് സൈക്കിൾ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. സ്ലീപ്പ് ഈസ് ലൈക്ക് ദ ഗോൾഡൻ ചെയിൻ ദാറ്റ് ബ്ലൈൻഡ്സ് അവർ ഹെൽത്ത് ആൻഡ് ബോഡി ടുഗദർ. നമ്മുടെ ഒരു സ്ലീപ്പ് അതൊരു ഗോൾഡൻ ചെയിൻ ആണ്. നമ്മുടെ മൈൻഡും ഹെൽത്തും ബോഡിയും ഇതെല്ലാം കൂട്ടിയോജിപ്പിക്കുന്ന ഒരു നല്ല ഒരു ടൂളാണ്. അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ഈ സ്ലീപ്പിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി നമ്മൾ ആ ഒരു കാര്യം അത് വിട്ട് കളയരുത്. സ്ലീപ്പ് ഈസ് ദ കോർണർ സ്റ്റോൺ ഓഫ് ഹെൽത്ത് ആൻഡ് വെൽബീങ്. ഗുഡ് ഹെൽത്തും വെൽബീങ് വേണമെങ്കിൽ അതിന് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സംഭവം തന്നെയാണ് സ്ലീപ്പ്. ഈ സ്ലീപ്പിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് നൽകി, അതിന് പരിഗണന നൽകി നമ്മൾ മുന്നോട്ട് പോകണം. നമ്മൾ സ്ലീപ്പിന് പ്രാധാന്യം നൽകിയാൽ മാത്രമാണ് നമുക്കൊരു ഹാപ്പി ലൈഫ്, ഹെൽത്തി ആയിട്ടുള്ള ലൈഫ്, ഹെൽത്തി ആയിട്ടുള്ള മൈൻഡ് സെറ്റ്, ഇതെല്ലാം ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഇതെല്ലാം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സ്ലീപ്പ് ഈസ് ദ കോർണർ സ്റ്റോൺ ഓഫ് ഗുഡ് ഹെൽത്ത് ആൻഡ് മെന്റൽ വെൽബീങ്. ഒരിക്കലും അതിനെ മറന്നു പോകാൻ പാടില്ല. അപ്പോൾ നമ്മുടെ തോമസ് ഡെക്കർ എന്ന അമേരിക്കൻ ആക്ടറിന്റെ ഒരു ഫേമസ് കോട്ട് തന്നെയാണ് ഇത്. സ്ലീപ്പ് ഈസ് ലൈക്ക് ദ ഗോൾഡൻ ചെയിൻ ദാറ്റ് ബ്ലൈൻഡ്സ് അവർ ഹെൽത്ത് ആൻഡ് ബോഡി ടുഗദർ. അപ്പോൾ ഇതിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ചെറിയ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾക്കും സങ്കടങ്ങൾക്കും വേണ്ടി ഇത്രയും പ്രാധാന്യമുള്ള ഈ ഉറക്കത്തെ മറന്നു പോകരുത്. ലൈഫ് ലോങ് ഹാപ്പി ആയിട്ട് അല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ ആ ഉറക്കത്തെ നമ്മുടെ കൂടെ തന്നെ കൊണ്ടുപോകുക. എല്ലാവർക്കും നന്നായിട്ട് ഉറങ്ങാൻ സാധിക്കട്ടെ. എല്ലാവരുടെ ജീവിതത്തിലും ഈ പറഞ്ഞ പോലെ 1/3 ഭാഗം ഉറക്കമാണെങ്കിൽ ആ സമയം നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ സാധിക്കട്ടെ. ഒരു പ്രോപ്പർ ഉറക്കം കിട്ടി എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതില്
ഉറക്കത്തിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാവുന്നതാണ്. മാം എനിക്കുണ്ട് ഉറക്കത്തിന്റെ ബുദ്ധിമുട്ട്. ആ ഓക്കെ. ആ, എനിക്ക് ക്ലിയർ പേര് ആരാന്ന് ക്ലിയർ? ഷൈനിയാണ്, ഷൈനി. ഓക്കെ ഓക്കെ. എനിക്ക് ഇതിൽ ക്ലിയർ ആയില്ല, അതാ ചോദിച്ചത്. ആ, ഷൈന ടീച്ചറെ, അപ്പോ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മൾ പറഞ്ഞ ടിപ്സ് കാര്യങ്ങള് ഈ പറഞ്ഞ മസ്കുലർ PMR എന്ന് പറയും, പ്രോഗ്രസീവ് മസ്കുലർ റിലാക്സേഷൻ ടെക്നിക്സ്, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണി മുകളിലേക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ കൗണ്ട് ഡൗൺ ചെയ്യുന്ന ആ ടെക്നിക്സ്, ഇതുപോലുള്ള ടെക്നിക്സ് യൂസ് ചെയ്ത് ഒരു ഉറക്കത്തിനുള്ള അറ്റ്മോസ്ഫിയറും ക്രിയേറ്റ് ചെയ്ത് നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഇപ്പൊ കുറച്ച് കണ്ണടച്ച് ദിവസം വെച്ചിട്ടാണോ? ഉറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാൻ സാധിക്കും. മാം കണ്ണടച്ച് വെച്ചിട്ടാണോ കൃഷ്ണമണി ആ മുകളിലേക്ക്? ആ, ഓക്കെ. നമ്മുടെ കൃഷ്ണമണി മുകളിലേക്ക് വെക്കേണ്ടത് ജസ്റ്റ് കണ്ണടച്ചിട്ട് മുകളിലേക്ക് വെക്കുക മാത്രം ചെയ്താൽ മതി. പക്ഷെ അങ്ങനെയും നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ആണ് പറഞ്ഞത് 100 മുതൽ പിറകോട്ട് എണ്ണുക, കണ്ണ് അടയ്ക്കുക, തുറക്കുക. 100 എണ്ണുക, അടയ്ക്കുക, തുറക്കുക. 99 ഇപ്പൊ ഞാൻ ചെയ്യുമ്പോൾ 100, ഓക്കെ. 99. അപ്പൊ നമ്മൾ ആ എണ്ണത്തിനനുസരിച്ച് കണ്ണ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ ഫുൾ എണ്ണുന്നതിലും കണ്ണ് അടയ്ക്കുന്നതിലും തുറക്കുന്നതിലും ആയിരിക്കും. നമ്മൾ ഒറ്റൊരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ, പലപ്പോഴും കുട്ടികളൊക്കെ പറയാം, പഠിക്കാനിരിക്കുമ്പോൾ എനിക്ക് ഉറക്കം വരുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ ഉറക്കം വരുന്ന ഒരു കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ നമ്മുടെ ബ്രെയിൻ ടയേർഡ് ആയിട്ട് നമുക്ക് ഉറക്കം ഫീൽ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കോൺസെൻട്രേഷൻ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം നമ്മൾ കണ്ണടച്ചിട്ട് കൃഷ്ണമണി മുകളിലേക്ക് കൊണ്ടുപോകുമ്പോഴും ചിലപ്പോൾ കോൺസെൻട്രേഷൻ പല കാര്യങ്ങളിൽ പരതി പോകുമ്പോൾ ജസ്റ്റ് അത് ഇങ്ങനെ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ആ ഒരു ഫീല് നമുക്ക് വരില്ല. അപ്പോഴാണ് നമുക്ക് ഉറക്കം കിട്ടാതെ പോകുന്നത്. പക്ഷെ ഈ പറഞ്ഞ പോലെ 100 മുതൽ താഴേക്ക് എണ്ണുകയും ചെയ്യണം, ഒപ്പം തന്നെ കണ്ണടയ്ക്കുകയും തുറക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മൾ ഒറ്റ കാര്യത്തിൽ കോൺസെൻട്രേഷനിലേക്ക് വരികയാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രോഗ്രസീവ് മസ്കുലർ റിലാക്സേഷൻ ചെയ്യാം, അല്ലെങ്കിൽ ബോഡി സ്കാൻ ചെയ്യാം. ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. നമ്മൾ അറിഞ്ഞുകൊണ്ട് ടെക്നിക്സ് ചെയ്യുക. ഈ ഉറക്കം എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് 7 hours ആണോ, അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്ലീപ്പ് പോകുന്നത്? അത് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സ്ലീപ്പ് സൈക്കിളിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ കയറി ഇറങ്ങി വരുന്ന ആ ഒരു, അതായത് ഈ 5 സ്റ്റേജസും കഴിഞ്ഞ് പോയി തിരിച്ച് നമ്മുടെ പലർക്കും വേക്ക് സ്റ്റേറ്റിലേക്ക് വരില്ല. അവിടെ എത്താറാകുമ്പോൾ വീണ്ടും ഡീപ് സ്ലീപ്പിലേക്ക് പോകും. അല്ലാതെ കണ്ടിന്യൂസ് ഇപ്പൊ നമ്മൾ ഉറങ്ങുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുണ്ട് എങ്കിലും അതില് സ്റ്റേജസ് മാറി മാറി വരുന്നുണ്ട്. നമ്മൾ പക്ഷെ മാക്സിമം നമ്മൾ അറിഞ്ഞുകൊണ്ട്, അതായത് കോൺഷ്യസ് സ്റ്റേറ്റിലേക്ക് വരാതെ ആ ഒരു ജസ്റ്റ് അവേക്ക് ആയിട്ട് വരുന്നു, വീണ്ടും നമ്മൾ അങ്ങ് ഉറങ്ങിപ്പോകുന്നു. അല്ലാതെ നമ്മൾ കോൺഷ്യസ് ആയിട്ട് എഴുന്നേറ്റ് വീണ്ടും ഉറങ്ങുമ്പോൾ ആ സൈക്കിൾ നല്ല രീതിയിൽ കംപ്ലീറ്റ് ആവില്ല. ജസ്റ്റ് ആ ഒരു അവയർനെസിന്റെ അവേക്ക് സ്റ്റേറ്റിലേക്ക് വരുന്നതിന്റെ തൊട്ട് മുകളിൽ വെച്ച് വീണ്ടും, അപ്പോഴാണ് ആ അവേക്ക് സ്റ്റേജിന്റെ ആ ഏരിയയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഉറക്കത്തിൽ ഡ്രീംസ് കാണുന്ന ഒരു സ്റ്റേജ് വരില്ലേ, ആ ഒരു സ്റ്റേജിൽ വന്നിട്ട് വീണ്ടും താഴേക്ക് പൊക്കോളൂ. അപ്പൊ ഇങ്ങനെയുള്ള സൈക്കിളുകൾ 5 പ്രാവശ്യം അല്ലെങ്കിൽ 4 പ്രാവശ്യം ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഉറങ്ങാൻ സാധിക്കും. അതാണ് ഒരു പ്രോപ്പർ സ്ലീപ്പ്. വെൽക്കം മാം. ഓക്കെ, നമുക്കൊന്ന് റിലാക്സ് ആയാലോ? ഓക്കെ. എല്ലാവരും കംഫർട്ടായിട്ട് ഇരിക്കുക. നിങ്ങളുടെ സ്പൈൻ സ്ട്രൈറ്റ് ആയിരിക്കണം. നിങ്ങളുടെ കൈകൾ രണ്ടും മടിയിൽ തുറന്ന് വെക്കുക. കണ്ണുകൾ സാവധാനം അടയ്ക്കുക. Take a deep breath in. Hold for a moment. Breathe out slowly. Again, take a deep breath in. Hold for a moment. Breathe out slowly. Again, take a deep breath in. Hold for a moment.
ബ്രീത്ത് ഔട്ട് സ്ലോലി. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ 2 കാൽപാദങ്ങളിലേക്കും കൊണ്ടുവരിക. കാൽപാദങ്ങൾ ടൈറ്റ് ചെയ്ത് റിലാക്സ് ആക്കുക. ശേഷം നിങ്ങളുടെ ശ്രദ്ധ മുട്ടുകളിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ മുട്ടുകൾ ടൈറ്റ് ചെയ്ത ശേഷം റിലാക്സ് ആക്കുക. ശേഷം ശ്രദ്ധ നിങ്ങളുടെ തുടയിലേക്ക് കൊണ്ടുവരിക. തുടയിലെ ഓരോ പേശികളും ടൈറ്റ് ചെയ്ത ശേഷം റിലാക്സ് ആക്കുക. ശേഷം ശ്രദ്ധ നിങ്ങളുടെ വയറിലേക്ക് കൊണ്ടുവരിക. വയറിലെ ഓരോ പേശികളും ടൈറ്റ് ചെയ്ത ശേഷം റിലാക്സ് ആക്കുക. ശേഷം ശ്രദ്ധ നിങ്ങളുടെ നെഞ്ചിലേക്ക് കൊണ്ടുവരിക. നെഞ്ചിലെ ഓരോ പേശികളും ടൈറ്റ് ചെയ്ത ശേഷം റിലാക്സ് ആക്കുക. ശേഷം നിങ്ങളുടെ ശ്രദ്ധ കഴുത്തിലേക്ക് കൊണ്ടുവരിക. കഴുത്തിലെ ഓരോ പേശികളും ടൈറ്റ് ചെയ്ത ശേഷം റിലാക്സ് ആക്കുക. ശേഷം ശ്രദ്ധ മുഖത്തെ പേശികളിലേക്ക് കൊണ്ടുവരിക. മുഖത്തെ ഓരോ പേശികളും ടൈറ്റ് ചെയ്ത ശേഷം റിലാക്സ് ആക്കുക. ശേഷം ശ്രദ്ധ നിങ്ങളുടെ 2 കൈകളിലേക്കും കൊണ്ടുവരിക. കൈകളിലെ ഓരോ പേശികളും ടൈറ്റ് ചെയ്ത ശേഷം റിലാക്സ് ആക്കുക. നിങ്ങളുടെ ശരീരം പൂർണ്ണമായും ടൈറ്റ് ചെയ്ത ശേഷം റിലാക്സ് ആക്കുക. ഫുൾ റിലാക്സ്, റിലാക്സ്. നിങ്ങളുടെ മനസ്സും ശരീരവും റിലാക്സേഷന്റെ ആഴങ്ങളിലേക്ക് പോവുകയാണ്. വളരെ സുഖകരമായ ഒരു അനുഭവം. വളരെ ഡീപ്പ് റിലാക്സേഷനിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ ശരീരഭാരം കുറഞ്ഞ് ഒരു തൂവല് പോലെ മൃദുവായി മാറിയിരിക്കുകയാണ്. നിങ്ങളുടെ മനസ്സും ശരീരവും സ്വസ്ഥവും ശാന്തവുമായി മാറിയിരിക്കുന്നു. നിങ്ങൾ വളരെ സുഖകരമായ ഒരു അനുഭൂതിയിൽ എത്തിയിരിക്കുന്നു. നിങ്ങൾ വളരെ മനോഹരമായ ഒരു ഉദ്യാനത്തിൽ എത്തിയിരിക്കുകയാണ്. ഉദ്യാനത്തിന്റെ സൗന്ദര്യം നിങ്ങൾക്ക് ആവോളം നുകരാൻ സാധിക്കുന്നുണ്ട്. ഉദ്യാനത്തിലെ ചെറുകാറ്റിന്റെ ആ നൈർമല്യം, ആ തണുപ്പ് നിങ്ങളുടെ ശരീരത്തിന് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ഉദ്യാനത്തിലെ കിളികളുടെ ശബ്ദം അത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അതിലൂടെ ഒഴുകുന്ന അരുവിയുടെ കളകള ശബ്ദം അത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഉദ്യാനത്തിലെ പൂക്കളുടെ സുഗന്ധം അത് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. വളരെ സ്വസ്ഥവും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരവസ്ഥ. ഉദ്യാനത്തിന് അപ്പുറം ഉദിച്ചു വരുന്ന ഉദയസൂര്യന്റെ സൗന്ദര്യം അത് ആവോളം നുകരാൻ സാധിക്കുന്നുണ്ട്. ഉദയസൂര്യനിൽ നിന്നും ഒരു കിരണം ഗോൾഡൻ യെല്ലോ കളറിൽ നിങ്ങളുടെ മൂർധാവിൽ വന്ന് പതിക്കുന്നു. മൂർധാവിൽ നിന്നും വളരെ സാവധാനം ആ പ്രകാശകിരണം നെറ്റിയിലൂടെ
കണ്ണുകളിലൂടെ, മൂക്കിലൂടെ, വായിലൂടെ, കഴുത്തിലൂടെ വളരെ സാവധാനം നിങ്ങളുടെ ബോഡിയെ പൊതിയുന്നത്, താഴേക്ക് പൊതിയുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ഈ പ്രഭാത കിരണത്തിൽ നിന്നും ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ ബോഡിയിൽ ഓരോ കോശങ്ങളിലേക്കും എത്തിച്ചേരുന്നത് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോ കോശങ്ങളും പോസിറ്റീവ് എനർജിയാൽ നിറയ്ക്കപ്പെടുന്നത് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സും ശരീരവും പോസിറ്റീവ് എനർജിയാൽ നിറയുന്നു, നന്മകളാൽ നിറയുന്നു, സന്തോഷത്താൽ നിറയുന്നു. വളരെ സുഖകരമായ ഒരനുഭവം. ഈ നിമിഷം സമ്മാനിച്ച സർവേശ്വരനോട് മനസ്സറിഞ്ഞ് നന്ദി പറയുക. ഓക്സിജൻ ശ്വസിക്കാൻ സാധിച്ചതിന് സർവേശ്വരനോട് നന്ദി പറയുക. ഈ പുതിയൊരു പ്രഭാതം നൽകിയതിന് നന്ദി പറയുക. പുതിയ പ്രതീക്ഷകൾ നൽകിയതിന് നന്ദി പറയുക. പുതിയൊരു ഉണർവ് നൽകിയതിന് നന്ദി പറയുക. നിങ്ങളുടെ മനസ്സും ശരീരവും കൂടുതൽ കൂടുതൽ ശാന്തമായി മാറിയിരിക്കുകയാണ്. വളരെ സന്തോഷകരമായ നിമിഷം. ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് അല്പനേരം ഇരിക്കാവുന്നതാണ്. ശേഷം നമുക്ക് പ്രസന്റ് മൊമെന്റിലേക്ക് തിരികെ വരേണ്ടതാണ്. അതിനായി നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ശ്വാസത്തിൽ കേന്ദ്രീകരിക്കുക. വളരെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. വളരെ സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. നിങ്ങളുടെ ശ്രദ്ധ ശ്വാസത്തിലാവട്ടെ. നിങ്ങളുടെ കൈകളിലെയും കാലുകളിലെയും വിരലുകൾ മൃദുവായി ചലിപ്പിക്കുക. ശേഷം നിങ്ങളുടെ രണ്ട് കൈകളും നന്നായി കൂട്ടിത്തിരുമ്മി ഒരു ചെറു ചൂട് വരുമ്പോൾ നിങ്ങളുടെ കണ്ണുകളിൽ വെച്ച് പുഞ്ചിരിയോടുകൂടി ഈ ലോകത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് കണ്ണുകൾ തുറക്കാവുന്നതാണ്. എ ഹാപ്പി മോർണിംഗ് ടു ഓൾ. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഹാപ്പി മോർണിംഗ്. ഹാപ്പി മോർണിംഗ്. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും ഉറക്കത്തിന്റെ പ്രാധാന്യം മനസ്സിലായി. ശേഷം ഒന്ന് റിലാക്സ് ആവാൻ സാധിച്ചു എന്നറിയുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ ജീവിതത്തിൽ അതിന് പ്രോപ്പറായിട്ടുള്ളൊരു സ്ലീപ്പ് കണ്ടെത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ ടാസ്കുകൾ നിങ്ങൾ ചെയ്യാൻ നമ്മൾ ഇത്തിരി ലേറ്റായിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ ടാസ്കുകൾ പക്ഷെ മറന്നു പോകരുത്. ആ ടാസ്കുകൾ ചെയ്യുന്നതാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ കാര്യം. ടാസ്കുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഞങ്ങൾക്കത് അറിയാൻ വേണ്ടി ദയവായി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. കാരണം മിറാക്കിൾ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്ന ഈ 4 ടാസ്കുകൾ നിങ്ങൾ ചെയ്യുക എന്നതാണ്. അപ്പോൾ എല്ലാവരും ടാസ്കുകൾ ചെയ്തിട്ട് ഗ്രൂപ്പിലിടുക. ടു ഡു ലിസ്റ്റ് നിങ്ങളുടെ ലൈഫിന് ഏറ്റവും അത്യാവശ്യമുള്ളതാണ്. ടു ഡു ലിസ്റ്റ്, അതുപോലെ എക്സസൈസ്, റീഡിങ്, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ
ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ളതാണ്. അതുപോലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ 2 ഗ്ലാസ് വെള്ളം കുടിക്കുക. അങ്ങനെ നമുക്ക് ഏവർക്കും ആവശ്യമുള്ള ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞാലും നിങ്ങളുടെ കൂടെ കൊണ്ടുപോകേണ്ട ഒരു കാര്യങ്ങളാണിത്. അത് നിങ്ങളെല്ലാവരും കറക്റ്റായിട്ട് ചെയ്യണമെന്ന് വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്നു. ഓരോ ദിവസവും നമ്മൾ പറയുന്നത് നമ്മുടെ ലൈഫിന് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, താങ്ക് യു എവരി വൺ. ഓവർ ടു അനിൽ സർ. ഇത്രയും നേരം ശ്രവിച്ച ഏവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അനിൽ സാറിന് ഇത് കൈമാറുന്നു. താങ്ക് യു ഷബാസ് മാം. ഡിവൈസ് ഓക്കെ. താങ്ക് യു ഷബാസ് മാം. നല്ലൊരു സെഷൻ. അത് മനോഹരമായി തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള സ്ലീപ്പിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. നന്ദി അറിയിക്കുന്നു. അപ്പൊ നമ്മുടെ സെഷനിൽ ടാസ്കിനെ കുറിച്ച് പറഞ്ഞു. എല്ലാവരും ഒന്ന് പേന എടുത്ത് ഈ 3 കാര്യങ്ങളൊന്ന് എഴുതി വെക്കുക. പെട്ടെന്ന് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണം. റിട്ടൺ ടാസ്കുകളാണ് നമ്മൾ കംപ്ലീറ്റ് ആവുന്നത്. വർക്ക്ഷോപ്പും സെഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ടാസ്കുകൾ ചെയ്യുക. ഇപ്പൊ ഇന്നലെ ചെയ്യാൻ കഴിയാത്തവർ ഇന്ന് ചെയ്യുക. ഈ ഒരു 3 ചോദ്യത്തിന് ഉത്തരം കൂടി നിങ്ങൾ ഇന്ന് വൈകുന്നേരം പോസ്റ്റ് ചെയ്യുക. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ. ഒന്നാമത്തത്, ഇന്നത്തെ ദിവസം എന്താണ് ബെറ്ററായി ചെയ്തത്? കമ്പയർ വിത്ത് യെസ്റ്റർഡേ. ഇന്നത്തെ ദിവസം എന്താണ് ബെറ്ററായി ചെയ്തത്? 2, എന്നെ കുറിച്ച് ഇന്ന് എനിക്ക് പുതിയ ഏതെങ്കിലും മനസ്സിലാക്കാൻ പറ്റിയോ? എന്നെ കുറിച്ച് ഇന്ന് എനിക്ക് പുതിയ എന്തെങ്കിലും കാര്യം മനസ്സിലാക്കാൻ പറ്റിയോ? എന്നെ കുറിച്ച് ഇന്ന് എനിക്ക് പുതിയ എന്തെങ്കിലും കാര്യം മനസ്സിലാക്കാൻ പറ്റിയോ? മൂന്നാമത്തെ ടാസ്ക്, എനിക്ക് മെച്ചപ്പെടുത്താനുള്ള ഒരു കാര്യം എന്താണ്? എനിക്ക് അല്പം കൂടി എനിക്ക് മെച്ചപ്പെടുത്താനുള്ള ഒരു കാര്യം എന്താണ്? വൺസ് അഗൈൻ ഐ റിപ്പീറ്റ്, ഇന്നത്തെ ദിവസം എന്താണ് ബെറ്ററായി ചെയ്തത്? നമ്മളെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം. എന്തൊക്കെ ഇരിക്കുക? എന്നെ കുറിച്ച് ഇന്ന് എനിക്ക് പുതിയ എന്തെങ്കിലും കാര്യം മനസ്സിലാക്കാൻ പറ്റിയോ? എനിക്ക് മെച്ചപ്പെടുത്താനുള്ള ഒരു കാര്യം എന്താണ്? നമ്മൾ ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. എനിക്ക് മെച്ചപ്പെടുത്താനുള്ള ഒരു കാര്യം എന്താണ്? അപ്പൊ നിങ്ങളുടെ ഉത്തരങ്ങളും എല്ലാം ഇന്ന് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. ഒപ്പം ഇന്നലത്തെ ടാസ്ക്, ഹലോ ആൻഡ് സിസ്റ്റേഴ്സ്, ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, ഐ ട്രസ്റ്റ് യു, ഐ ലവ് യു, താങ്ക് യു, മേ ദ ഗ്രേസ് ഫ്ലോസ് വിത്ത് മീ. ആ ഒരു അഫർമേഷൻ ഒക്കെ എഴുതുക. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ചേർന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ഒപ്പം ഇന്നത്തെ സെഷൻ എടുത്ത ഷബാസ് മാമിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്ന് ബൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു ഓൾ. താങ്ക് യു സർ. Thank you, sir.